ഇന്നലത്തെ പൂജവെപ്പ് കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞിനും കൂടി രാത്രി തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സ്കൂൾ തുറന്നേ പിന്നെ ഇങ്ങനെ നിൽക്കൽ കുറവാണ്. പിന്നെ ഡെയിലി കാണുന്ന ആൾക്കാരായതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ, നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രത്യേക ഫീലിങ്സ് തന്നെയാണ്. വൈകുന്നേരം ഇപ്പം അമ്മ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് മുരിങ്ങയില, കുറച്ചധികം മുരിങ്ങയില പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ അമ്മ ഇത്രയും മുരിങ്ങയില എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇത് വാടി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അത് കാരണം ഇത്രയും പൊട്ടിച്ച്. ഞാനും കുഞ്ഞിനും കൂടിയാണ് ആദ്യം നുള്ളാനിരുന്നെങ്കിലും അവസാനിപ്പിച്ചത് അമ്മയിലാണ്. അത് എവിടെ അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ അതിൻ്റെ ഇടയിൽ കുഞ്ഞിൻ്റെ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. കാറിൻ്റെ മേലെ ബസ്സിൻ്റെ മേലെ ഒക്കെ മുരിങ്ങല മേലെ കോരിയിട്ടിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള കളിയായിരുന്നു. ഞാൻ അപ്പുറത്ത് പോയി ഇപ്പുറത്ത് വരുമ്പോഴേക്കും പിന്നെ കുഞ്ഞൻ ചെയ്ത് വെച്ചത് ഇങ്ങനെയായിരുന്നു. എന്നെ വലിച്ചിട്ട് പോയിട്ട് കാണിച്ചതാണ് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തീരുമാനമായി. അപ്പോഴേക്കും അമ്മ വന്ന് പിന്നെ എല്ലാം ശരിയാക്കി എല്ലാതും അങ്ങോട്ട് വൃത്തിയാക്കി ഇങ്ങോട്ട് തന്നു. ഞാനാണെങ്കിൽ മുരിങ്ങയില കാച്ചാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കാരണം ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഞാൻ പണികളൊന്നും ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഇതങ്ങോട്ട് ഏറ്റെടുത്ത് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ റൈസ് ബ്രാൻഡ് ഓയിലാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയ കാരണം ഈ ഓയിലാക്കിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് തന്നെയാണ് കുറച്ച് നാളുകളായിട്ട് യൂസ് ചെയ്യുന്നത്. ആർക്കും വയറിനോ കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. അപ്പോൾ അതിന് തന്നെ ഉള്ളി മൂപ്പിച്ചെടുക്കാം. ചെന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ മുരിങ്ങയിലയിൽ സാധാരണ വേണമെങ്കിൽ പരട്ടി വെച്ചിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലായാലും ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതേ പരുവത്തിലാവുമ്പോൾ കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് എത്രയ്ക്ക് വേണോ അത്രയ്ക്ക് നമ്മൾ നാളികേരം ഇട്ട് കൊടുക്കുക. അങ്ങനെ നാളികേരം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടിയും നമ്മളുടെ എരിവിന് ആവശ്യത്തിനുള്ള എരിവും കൂടി ചേർത്താൽ പിന്നെ നമ്മുടെ മുരിങ്ങയില നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നും വേണ്ട, അപ്പോഴേക്കും സാധനം കുക്കായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ.